സൽമോൺ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രൊഫഷണൽ പ്രോ ഫിഷർ പിടിച്ച മീനാണിത്. അല്ല ബ്രോ, മീൻ പിടിച്ച എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നിങ്ങൾ ക്യാമറ നോക്കി പറഞ്ഞോ, എന്നാ നോക്കി പറഞ്ഞാൽ മതി. മീനെ പിടിച്ചാലേ പറ, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ല ഫൈറ്റ് ആയിരുന്നു, നല്ല പുള്ളിങ് ഉണ്ടായിരുന്നു. ആർക്ക്? എല്ലാവർക്കും രണ്ട് സൈഡിൽ നിന്നും പുള്ളിങ്. അടുത്ത മീൻ പിടിച്ച ആള് കടയിൽ നിന്ന് മേടിച്ചാലെന്ന് പറയണ്ട കേട്ടാ. എടാ ഈ സാധനം ഇവിടെ കിട്ടുമോ നാട്ടിൽ? പിന്നെ അല്ല, ഇത് ഇവിടുത്തെ വെള്ളത്തിലുണ്ട് അത്. ഈ തിലോപ്പിനെ പിടിച്ച കഥ പറഞ്ഞു. ആരോ പിടിച്ചു, ഞാൻ മുറിച്ചു കൊണ്ടുവന്നു. എവിടെന്നാ? കാൻബറേന്നാണോ? ആ, കാൻബറേന്ന് പിടിച്ചോണ്ട് വന്നാണ് ഫിഷ് വെക്കുന്നത്. ഇത് ചുമ്മാണ്ടല്ലോ മസാല പറ്റി എണ്ണയിലിട്ട് പോർക്കണം, അങ്ങനെ തന്നെ ഇട്ട് ഓർക്കണം. അടുത്ത തവണ വലിയ മീനുകളെ സ്രാവിനെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടിയിരിക്കുന്നു. 12 അടി നീളമുള്ള 13 അടി നീളമുള്ള ചൂണ്ടയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല മസാജൊക്കെ കൊടുത്ത് എണ്ണയൊക്കെ ഇട്ടങ്ങ് നല്ല 1 തരം മസാജ് കൊടുക്കുക. വെക്കിളിയാക്കി കൊടുക്കും. മീൻ നല്ല റിലാക്സ് ആയിട്ട് കിടക്കുന്നു. നീ ജസ്റ്റ് ഇങ്ങനെ മാറ്റണ്ട, ജസ്റ്റ് അങ്ങനെ റബ്ബ് ചെയ്യുന്ന മാത്രമേ ഒന്ന് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുക. അങ്ങനെ നിൽക്ക് റൈറ്റ്. ഭയങ്കര ഓക്കെ. എന്നെ ഷൂട്ട് ചെയ്യാൻ ഞാൻ തന്നെ. എടാ പറയടാ, ബാഡ്മിന്റൺ അടിപൊളി. ബാഡ്മിന്റനെ കുറിച്ച് എന്താ പറയണ്ടേ? എന്തെങ്കിലും പറയടാ. ബാഡ്മിന്റനും ഫിഷിങ്ങിന്റെ കമ്പാരിസൺ എങ്ങനെ? ബാഡ്മിന്റൺ ഹെൽപ്സ് യു ഇൻ ഫിഷിംഗ്? നമുക്ക് റിയാക്ഷൻ ടൈം നമ്മുടെ സ്പീഡാകുള്ളൂ. ബാഡ്മിന്റൺ കളിക്കുന്നതുകൊണ്ട് റിയാക്ഷൻ ടൈം സ്പീഡ് കൂടും. അപ്പോൾ ആ ഫിഷിങ്ങിൽ നമുക്ക് കൊത്തുമ്പോൾ അതേ ആയത്തിൽ വലിച്ചെടുക്കാം. ഒരു ലോജിക്കില്ലാത്ത നാട്ടിൽ അടുപ്പിൽ തീ ഊതുന്ന സയന്റിഫിക് ആയിട്ട് വേണ്ടേ? ഏതാ എൻ്റെ അത് യൂട്യൂബിൽ കണ്ടാൽ മതി. കണ്ടാ നാട്ടിൽ അടുപ്പിൽ ഊതുന്ന, ഇവിടെ ഓസ്ട്രേലിയയിൽ അടുപ്പ് ഊതുന്ന ഇങ്ങനെയാണ്, ബ്ലോവർ വെച്ചിട്ട്. അമ്മേ അന്നിനകത്ത് പോടാ ബ്രോ. ഫസ്റ്റ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ അതന്നെ പൊറോട്ട ഒന്നും കിട്ടൂല. പിന്നെ ഇതുകൂടെ പറയണം കേട്ടോ. ടേസ്റ്റ് അഭിപ്രായം പറയണം. അലം ബ്രോ, ഒരുപാട് കഷ്ടപ്പെട്ട് പിടിച്ച ഒരു സാൽമണായത്. നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ്. ആ കടലിൽ കിടന്ന സാൽമൺ പ്ലേറ്റിൽ കിടക്കുന്ന കാണുമ്പോൾ അവന് 48 hours ബിഫോർ അവന് ടേസ്റ്റ് പറയൂ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രതീഷ് ബ്രോ എങ്ങനെയുണ്ട്? പപ്പ എങ്ങനെയുണ്ട്? അലംബ്രോ പിടിച്ച മീൻ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഭയങ്കര ഹാപ്പിയാണ്. നമ്മള് ഭയങ്കര ആഗ്രഹമായിരുന്നു കിങ് ഫിഷ്
ഒരു സാധനം പിടിക്കാൻ. അതെ, നമ്മള് മത്തി അയല അയലേന്ന് തുടങ്ങി പിടിച്ചങ്ങ് മടുത്തു. അയലേന്ന് നമ്മള് പിടിച്ച് ലീനിയർ ആയിട്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. ഫസ്റ്റ് അയില പിടിക്കുന്നു, എന്നിട്ട് സാൽമൺ, അടുത്ത അല്ല അയല പിടിച്ച് നമ്മള് ഹാർബറിൽ പോയി കിങ് ഫിഷ് അവിടെ ഹാർബറിൽ പോയി പിടിക്കണം. അവിടെ ഇഷ്ടംപോലെ കിട്ടും. ഇത് ഇവിടുത്തെ ഒട്ടക പക്ഷിയാണ്. ബ്രോ, സിഡ്നി ഹാർബറിൽ കിങ് ഫിഷിന്റെ കിട്ടുന്ന സ്ഥലം. അല്ല, ഇത് ഓസ്ട്രിച്ചിന്റെ കുഞ്ഞാണ് ബ്രോ. കാംഗ്രൂ കഴിഞ്ഞിട്ട് ഓസ്ട്രിച്ച്. എന്നാ ചിക്കന്? ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേറെ സൗണ്ട് കിട്ടുന്ന ഒരു കാംഗ്രൂ കഴിക്കുന്ന സൗണ്ട് എഫക്ട് കേട്ടപ്പോ തെറ്റിദ്ധരിച്ചിട്ട് കാംഗ്രൂ മീറ്റ് എന്ന് പറഞ്ഞോണ്ട് പുള്ളിക്കാരനെ പറഞ്ഞിട്ടുണ്ടോ? കാംഗ്രൂ മീറ്റ് ഭയങ്കര പ്രോട്ടീനാണ്. എടുത്തതാണ്. അലംബ്രോ ജിമ്മിലൊക്കെ പോയി അയ്യോ 17 ഇഞ്ച്. ഓ അതാണോ അവനാ? ഞാൻ വീഡിയോ എടുത്ത് കഴിയുമ്പത്തേക്ക് ഈ ഓസ്ട്രേലിയൻസ് ഈ സാൽമനെ പിടിച്ച അവര് എടുക്കത്തില്ല. അവർക്ക് ഇഷ്ടമല്ല ഇതിന്റെ ടേസ്റ്റ്. വേഴ്സ്റ്റ് ഫിഷ് എന്നൊക്കെ അവന്മാര് പറയുന്നത്. നമ്മള് മലയാളീസ് എല്ലാം കഴിക്കും. എന്തോ ആയാലും നമ്മള് കഴിക്കും. അവര് ചിലവര് പിടിക്കും, ചിലവര് കളയും. കളയില് ചേട്ടാ ഞങ്ങൾക്ക് തന്നില്ല ചേട്ടാ. കളയോ? എന്താ ഉദ്ദേശിക്കുന്നില്ല, സത്യം പറ. ഒന്നും പറയാനില്ല. അലംബ്രോയുടെ മനസ്സിലെ സംതൃപ്തി വലിച്ചെടുക്കുന്നു, എന്നിട്ട് നമ്മളെല്ലാരും കൂടെ എൻജോയ് ചെയ്യുന്നു. അതാണ്. താങ്ക്സ് അലംബ്രോ. നീ സോബറായിട്ട് നീ കുറെ ഡയലോഗ് അടിക്കുന്നേ. അതെ, അടുത്ത വലിയ സ്രാവിനൊക്കെ അടുത്താണ് കണ്ടല്ലോ. ഈ മേശറ ഇങ്ങേ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെയുള്ള മീനായിരിക്കും ജോബിൻ പ്രോ പിടിക്കുന്നത്. ഞാൻ 15. അതെന്റെ മണ്ടക്ക്. എനിക്ക് അപ്പുറത്തെ തിമിംഗലത്തിന്റെ ടാർഗറ്റ് ആണോ? ഇവിടെ ഇരുന്ന് അറിയാനുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് ഒറ്റ കയറി ഇവിടുന്ന് വെള്ളാണ്ടോല് റിവറിൽ ചെല്ലും.